ഇതിന്റെ പരിപാടി നമ്മളെ സ്കൂളിലെ NSLP സ്കൂളിലെ വാർഷികം സ്കൂളിലെ വാർഷികം അല്ലേ? അതുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ വന്ന അത് ശരി. ഞാൻ നാലാങ്കേരിയിലെത്തി. നമ്മളെ ഷാഹിദ് സാമൂഹ്യ പ്രവർത്തകൻ ഷാഹിദിന്റെ വീട്ടിലെത്തി. കണ്ടതിൽ വലിയ സന്തോഷം. അപ്പോൾ പിന്നെ നിങ്ങൾ പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെ അല്ലേ? വെള്ളിമണ്ണ് അവിടെ നിങ്ങളെ അടുത്തല്ലേ മറ്റേ ഉമ്മൻചാണ്ടി സാറ് നിങ്ങളെ സ്കൂളൊക്കെ അല്ലേ? LP സ്കൂള് UP ആക്കി തന്നല്ലേ? മാഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ നിങ്ങൾ പഠിത്തെല്ലാം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിരിക്കാന്ന്? എന്താ വിഷയം എന്താ എടുത്ത്? കൊടുത്തില്ല, പ്ലസ് ടു കഴിഞ്ഞിരിക്കും, എക്സാം കഴിഞ്ഞ് അല്ലേ? ശരിയാണ്, കാത്തിരിക്കാണ്. വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയിക്കും. കാരണം ജീവിതത്തിലെ മൂപ്പര് ഒരുപാട് പിന്നെ താണ്ടിയ ആളാണ്. ജീവിതം ഇങ്ങനെ മുന്നോട്ട് താണ്ടി വരുന്ന ആളാണ്. വിജയിക്കും. വിജയാശംസകൾ നേർന്നു ഇൻഷാ അല്ലാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്തെവിടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ അടുത്ത് പുറത്തെവിടെയോ? ഓസ്ട്രേലിയയിൽ സ്വിമ്മിങ്ങിന്റെ പ്രാക്ടീസിന് പിന്നെ ഓസ്ട്രേലിയ പോകുന്നുണ്ട്, അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത മെഡലൊക്കെ? സ്വിമ്മിങ്ങിലാണ് ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. സ്വിമ്മിങ്ങില് സ്റ്റേറ്റിലും നാഷണലിലൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റിൽ നിന്ന് നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി, നാഷണലിന് മത്സരിച്ചിട്ട് ഇന്റർനാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പൊ ഇന്റർനാഷണലാണ്. ഇൻഷാ അല്ലാ ഒളിമ്പിക്സാണ് നമ്മളെ ലക്ഷ്യം. ഇൻഷാ അല്ലാ ഒളിമ്പിക്സ് ആണ് അടുത്ത ലക്ഷ്യം. ഒളിമ്പിക്സ് എന്തെല്ലാം കരസ്ഥമാക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ ഇനി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട്. എപ്പോൾ പോകുന്ന ഡേറ്റ് കിട്ടിയ മറ്റന്നാൾ പോകുന്നുണ്ട്. മാഷാ അല്ലാ, കൺഗ്രാജുലേഷൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് പരിപാടി കഴിഞ്ഞ് നേരെ നാട്ടിലേക്കാണോ? ഒരുപാട് സ്വർണ്ണ മെഡലുകളും കിട്ടിയിട്ടുണ്ട്. അതെയാ, മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ. പിന്നെ എല്ലാം സ്വിമ്മിങ്ങിലും വേറെ എന്തൊക്കെയുണ്ടോ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ എത്ര മീറ്റർ എങ്ങനെ ഇതുള്ളത്? നിങ്ങളെ സാധാരണ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നീന്തലിന്റെ മത്സരങ്ങൾക്ക് പറയുന്നത് 50, 100, 200 മീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മള് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. കേരളത്തിൽ ഏതോ പുഴ കടന്നിട്ടില്ല, ഏതാണ്? കേരളത്തിൽ നമ്മള് പെരിയാർ പുഴ നീന്തി കിടന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. പെരിയാർ പുഴ നീന്തി കടന്നിട്ടുണ്ട് അല്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് പോലും നീന്താൻ പോയിട്ട് മറ്റുള്ളവർക്ക് പാരകളും പിത്തനകളും പറഞ്ഞ് തള്ളി നീക്കുന്ന കാലഘട്ടത്തിൽ പടച്ചവൻ്റെ ഒരു പരീക്ഷണമാണ്. ഒന്നുമില്ലാതെ തന്നെ ലോക റെക്കോർഡുകളൊക്കെ കീഴടക്കാൻ സാധിക്കുന്നത് അങ്ങേയറ്റ സന്തോഷമാണ്. ഒരുപാട് ആളുകൾ ഇതുപോലെ മാറ്റങ്ങൾ കൊതിച്ചുകൊണ്ട് ഇതുപോലുള്ള ഓരോ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വരേണ്ട സമയങ്ങളാണ് ചെലവഴിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയൊക്കെ ചെയ്യുമ്പോൾ അത് പാരയായി അല്ലെങ്കിൽ കുത്തുകളായി കുത്തുവാക്കുകളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അസീം വെളിമണ്ണനെ പോലുള്ള അവർക്കൊക്കെ നമ്മളൊക്കെ ആവേശമാക്കേണ്ടതാണ്. അസീം വെളിമണ്ണ നമുക്കൊരു പിന്നെ മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. കാരണം നമുക്കൊന്നും കയ്യിലാന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അല്ലേ അസീം? നമുക്ക് നമ്മൾ സ്വയം പ്രയത്നത്താൽ ആദ്യം നമ്മൾ മനസ്സിലാന്ന് വേണ്ട, നമുക്കെല്ലാം കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ് വേണം. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ എന്തുമാവാൻ പറ്റുള്ളൂ, കീഴടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കാരണം നമ്മൾ ഒരു വലിയൊരു ഉദാഹരണമാണ് അസീം വെളിമണ്ണ. അതെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു നമ്മളൊരു മിന്നാമിനിങ്ങനെ പിടിക്കലല്ല, നമ്മളെന്താ ഇത് പറയാ, അല്ല, നമ്മൾ നക്ഷത്രത്തെ കീഴ്പ്പെടുത്തണം, നക്ഷത്രത്തെ പിടിക്കണം എന്ന് അത്ര മോഹിക്കണം നമ്മൾ അല്ലേ? മോഹിച്ചെങ്കിലേ നമുക്കെല്ലാം കീഴടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഇത് കണ്ണൂർ റഫീഖ്, കണ്ണൂർ ബ്ലോഗാണ്. അപ്പോൾ പിന്നെ എൻ്റെ നമ്മളെ കണ്ണൂർ റഫീഖ് ഖാൻ്റെ ഈ ഒരു കണ്ണൂർ വ്ലോഗ് ഇനി ഉഷാറാകട്ടെ അല്ലേ? കുറേ ആൾക്കാർക്ക് പ്രചോദനമാകട്ടെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അള്ളാഹുവിൻ്റെ തുണയുണ്ടാകട്ടെ. നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല സഫലമാക്കി തരട്ടെ. ഇനിയും ഉയരങ്ങൾ കീഴടക്കാനുള്ള പിന്നെ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.